ഇപ്പോൾ സമയം രാത്രി 10:45 കേട്ടോ. ഞാനിതാ രായിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. 11 മണിക്കാണ് ട്രെയിൻ വരിക. ആരുമില്ല എന്ന് കരുതി പേടിച്ച് വന്നതാണെങ്കിലും ഇവിടെ ഇതാ അടിമുടി തിരക്കാണ് കേട്ടോ. വെയിറ്റിംഗ് ആണ്, ബാക്കിൽ പാർക്കിംഗ് ആണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ രായിനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ വിട്ടത് ഞങ്ങളെ വീടിനടുത്തുള്ള കഫേ 110ലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് മസാല ദോശ കഴിച്ചു കേട്ടോ. രാത്രി 12 മണി വരെ ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാത്ത സമയത്ത് നമുക്കിതൊരാശ്വാസമാണ് കേട്ടോ. എൻ്റെ കണ്ണിൽ നല്ല ഉറക്കമുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ വിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ റെയിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വേണ്ടി റെയിൻ്റെ സ്കൂളിൽ വന്ന് പോസ്റ്റ് ആയിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും രാജേഷ് ഏട്ടനും കൂടി ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം അവൻ്റെ സ്കൂളിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആകെ ബിസി ആയിപ്പോയി ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവൻ ഈ ഒരു ഡ്രോയിങ് കാണിച്ചിട്ട് ചിൽഡ്രൻസ് ഡേക്ക് അവൻ വരച്ചതാന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത്ര വിശ്വാസം വന്നില്ല. ഞാൻ പുറകിൽ നെയിം എടുത്ത് നോക്കിയപ്പോൾ ശരിയാ, എല്ലാവരും വരച്ച പെയിൻറ്റിങ്സ് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനോടൊപ്പം സ്കൂളിൽ വിശേഷമൊക്കെ അറിഞ്ഞു. അങ്ങനെ അവൻ്റെ പാരൻസ് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. മാർക്സൊക്കെ അടിപൊളിയാണ്. അവൻ എല്ലായിടത്തെ പോലെയും നല്ല വിധത്തിൽ തന്നെ സ്കോർ ചെയ്ത സന്തോഷത്തിൽ ഞങ്ങളിതാ മടങ്ങാണ് കേട്ടോ. ബായ്.